മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. കൊണ്ടോട്ടി സ്വദേശി മുഹമ്മദ് നിയാസ് ആണ് പിടിയിലായത്. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നുണ്ട്. അഭിന, അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ. ആതിര, അന്നൂസ് റോഷനെ കൊടുവള്ളിയിലെ വീട്ടിൽ നിന്നാണ് ഈ 7 അംഗ സംഘങ്ങൾ പിടിച്ചുകൊണ്ടു പോകുന്നത്. നിലവിൽ ഇപ്പോൾ ഈ നിയാസിനെയും കൂടി പിടികൂടുമ്പോൾ കേസിൽ 4 പേരാണ് ഇപ്പോൾ ആകപ്പാടെ പിടിയിലായിരിക്കുന്നത്. ഇനിയും ആളുകളെ കണ്ടെത്താനുണ്ട് എന്നുള്ളത് തന്നെയാണ് കൊടുവള്ളി പോലീസ് ഇപ്പോൾ അറിയിക്കുന്ന വിവരം. നിലവിൽ മലപ്പുറം സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് നിയാസ് ആണ് ഇപ്പോൾ കൊടുവള്ളി പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് കടക്കുന്ന വഴി കൽപ്പറ്റയിൽ വെച്ചാണ് നിയാസിനെ പിടികൂടുന്നത്. ഈ കേസുമായി നേരിട്ട് നിയാസിന് ബന്ധമുണ്ട് എന്നുള്ളതാണ് കൊടുവള്ളി പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നിയാസ് ആണ് ഈ കാറിനോടൊപ്പം ഈ അന്നൂസ് റോഷനെ തട്ടിക്കൊണ്ടു പോകുന്നതിനായി കാറിനോടൊപ്പം മറ്റു ബൈക്കുകളിൽ എത്തിയിരുന്ന ഒരാളെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്, മുഹമ്മദ് നിയാസ്. ഈ നിയാസിനെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കേസുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ അന്നൂസ് റോഷന്റെ സഹോദരൻ അജ്മലുമായിട്ടുള്ള ചില സാമ്പത്തിക ഇടപാടാണ് ഈ ഒരു തട്ടിക്കൊണ്ടു പോകലിന് കാരണമായത് എന്നുള്ളത് കുടുംബം നേരത്തെയും വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ പോലീസിന്റെ പ്രാഥമിക നിഗമനവും അത് തന്നെയായിരുന്നു. പക്ഷേ അജ്മൽ ഇതുമായി സംബന്ധിച്ച് യാതൊരു വിവരവും നൽകിയിട്ടില്ല, അല്ലെങ്കിൽ യാതൊരു മൊഴിയും ഇതുമായി സംബന്ധിച്ച് നൽകിയിട്ടില്ല. എങ്കിൽ പോലും ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരാൾ മാത്രമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. നേരത്തെ അറസ്റ്റിലായ 3 പേര് ഈ കേസുമായി നേരിട്ട് ബന്ധമുള്ളവരല്ല. എങ്കിൽ പോലും ഈ ഒരു ചോദ്യം ചെയ്യൽ, അതായത് ഈ 3 പേരുടെയും ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കേസിൽ വ്യക്തമായ ഒരു വിവരം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടില്ല. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാന പ്രതികളെ ഇനിയും പിടികൂടാനുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാന കണ്ണികളെയാണ് ഇനി പിടികൂടാനുള്ളത്. ഇവരിലേക്ക് ഇനി എത്തിപ്പെടുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പ്രതികൾ നിലവിൽ മൈസൂർ കേന്ദ്രീകരിച്ചാണ് ഉള്ളത്. കൊടുവള്ളി പോലീസ് നേരത്തെ മൈസൂർ കേന്ദ്രീകരിച്ചാണ് പ്രതികൾ ഉള്ളത് എന്നുള്ളൊരു വിവരം ലഭിച്ചതിനെ തുടർന്ന് മൈസൂർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആരംഭിക്കുന്നതിനിടെയാണ് ഇന്നിപ്പോൾ നിയാസിനെ കൊടുവള്ളി പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഏതായാലും ഇയാളെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ കേസിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. ആതിര.